എന്ത് ഹെർണിയ? ഇൻഗ്വിനൽ സ്പെല്ലിംഗ് ആണോ? വേണ്ട. പാസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ 5 ലക്ഷം രൂപ ഈ കോളേജിന് തരണം, അല്ലെങ്കിൽ 2 വർഷം ഗ്രാമീണ സേവനം ചെയ്യണം. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലല്ലോ. റിഡംഷൻ ഹോസ്പിറ്റൽ, പോതമേട്, മൂന്നാർ. ഇനി കൂടുതൽ ലോകം കാണും, ജീവിതം പഠിക്ക്. അവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോണോ? പോകേണ്ടി വന്നാ പോണം. കൊച്ചിയേക്കാൾ വലിയ ലോകം ഏതാന്ന് ഞാനും ഒന്ന് അറിയട്ടെ. സർ, ഞാനൊരു ഡോക്ടറാണ്. എടാ, ഈ ലോഗ് റോൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? റോഡ് റോളറോ? തരകന്റെ പാസ്റ്റ് ഹിസ്റ്ററിയും മെഡിക്കൽ കോളേജിലെ വീരകൃത്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ആ ASI പുരുഷോത്തമനെ സസ്പെൻഡ് ചെയ്യിച്ചു. ഏറ്റവും ചെറിയ നെഗ്ലിജൻസ് പോലും ഈ പ്രൊഫഷനിൽ ക്രൈമാണ്. റിമെമ്പർ ദാറ്റ്. എന്താ പറയുക, ഒരു ഡ്രൈവ് ഇല്ല തരകന്. യു ഷുഡ് ബി മോർ ഓഫ് എ ഡോക്ടർ. മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? സൈനുവിനെ മിസ് ചെയ്യുന്നില്ലേ? ദിസ് ഇസ് ജോജോ. നമ്മുടെ ഹോസ്പിറ്റലിൽ റെഗുലറായി വരുന്ന ഒരേ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. പ്രൊമോഷനായെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു. ഉടനെ കഴുത്തി കുരുക്കു വീഴുവെന്ന്. അന്നത് നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. 6-ാം തീയതി രാവിലെ ഞാൻ എത്തും സൈനു. അതുവരെ കാത്തിരുന്നാ പോരെ? ദൈവം അവനെ സുഖപ്പെടുത്തും. ഐ എം എ ഫേം ബിലീവർ. പക്ഷെ നമ്മളും കൂടെ സഹായിക്കണ്ടേ ദൈവത്തെ? ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ? ഇറ്റ്സ് എ ഷോ ഷോട്ട് സർജറി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ജോലിയിൽ മിടുക്കൻ, നല്ല കരിയർ പ്രോസ്പെക്ട്സ്. അടുത്ത മാസം മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ജീവിക്കാൻ ഇനി ഒരുപാട് വർഷങ്ങൾ ബാക്കിയുണ്ട്. ഷുഡ് വി ലീവ് ഹിം ടു ഡൈ? ഷുഡ് വി? ജീവിക്കാൻ ഇനി ഒരുപാട് വർഷങ്ങളുണ്ടെന്ന് സാറ് പറയുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ സർ. ഹു സെഡ്? ചില സമയങ്ങളിൽ അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ബിക്കോസ് വി ആർ ഡോക്ടേഴ്സ്. ഡയഗ്നോസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ അല്ല പ്രയാസം, ഡിസിഷൻസ് എടുക്കാനാണ്. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷന് ഒരു പേഷ്യൻ്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കും, ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്. ജോജോയുടെ അമ്മ പറഞ്ഞ പോലെ 2 ദിവസത്തിനകം അവൻ എഴുന്നേറ്റ് സംസാരിക്കുമോയെന്ന് നമുക്ക് നോക്കാം. എത്ര ബീഡിയാവും ഒരു ദിവസം? 2 ബീഡി. ഇനി തൊട്ടുപോകരുത്. ഞാൻ എന്താണ് ഡോക്ടർ പറഞ്ഞത്? 2 ദിവസം. 2 ദിവസത്തിനുള്ളിൽ ജോജോ സംസാരിക്കുന്നില്ലേ? എന്നാൽ ഇതാ അവൻ 1 ദിവസത്തിനുള്ളിൽ തന്നെ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു, വിത്തൗട്ട് എനി ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ സയൻസിനൊരു പരിധിയുണ്ട്. ഹി ഡസന്റ്. രവിക്ക് തോന്നുന്നുണ്ടോ സാമുവൽ സാർ അങ്ങനെ ചെയ്യുന്ന? എന്താ സംശയം? ഈ സാമുവൽ സാർ ഉണ്ടല്ലോ, ആളൊരു വേന്ദ്രൻ തന്നെയാ. ഡോക്ടർ സാമുവൽ, ഹീസ് എ റാസ്കൽ. നിങ്ങൾ വരരുതായിരുന്നു, നിങ്ങൾ ഒന്നും ചെയ്യരുതായിരുന്നു. നിങ്ങൾ എന്തിനാ ഇൻസൾട്ട് ചെയ്യണത്? നിയന്ത്രിക്കാൻ ആളില്ലാത്ത നഗരജീവിതവും ചീത്ത കൂട്ടുകെട്ടും അവനെ വഷളാക്കി. ഇനിയും വരുമ്പോൾ ഒരാൾ കൂടെ കാണുമല്ലോ. ഷുഡ് ഐ ഓൾസോ കം? വേണ്ട സർ. ആർ യു ഷുവർ? യാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ. എന്താ ബ്ലോക്ക്? പെട്ടെന്നുള്ള പോലീസ് ചെക്കിങ്ങാ. 100-300 വണ്ടികളുണ്ട്. നേരം വെളുക്കും. നീ കൊടുത്ത പരാതിയിൽ 6 മാസമായിരുന്നു എന്റെ സസ്പെൻഷൻ. ആ 6 മാസം എനിക്ക് എങ്ങനെയായിരുന്നു 4 മണിക്കൂർ കൊണ്ട് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അവൻ അവിടെ വെളുപ്പിന് 3 മണിക്ക് പുറപ്പെട്ടതാണെന്ന്. 3. സൈനു ഇസ് മെച്ചൂർ. അവൾക്ക് സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. കുറച്ചുകൂടി നേരത്തെ വരായിരുന്നില്ലേ നിനക്ക്? ഈ പേഷ്യന്റിനെ ഞാൻ ചികിത്സിക്കില്ല. ബട്ട് ഐ ഫേംലി ബിലീവ് ഡോക്ടർ സാമുവൽ ചെയ്ത ശരിയാണെന്ന്. അതിന് ആ കുട്ടി എന്ത് പിഴച്ചു? ആ കുട്ടി അയാളുടെ മകളായിപ്പോയി, അത് തന്നെ. മെഡിക്കൽ നെഗ്ലിജൻസാ കേസ്. എന്തായാലും ഞാൻ പറയുന്നതിനേക്കാൾ അവരങ്ങേര് പറയുന്നതല്ലേ വിശ്വസിക്കൂ. ഡോക്ടർ സാമുവൽ കള്ളം പറയില്ലല്ലോ. സീരിയസ് ആയി കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണെന്ന് അറിയില്ലേ? MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോ ഡോക്ടർ എടുത്ത ഹിപ്പോക്രാറ്റിക് ഓത്ത് മറന്നുപോയോ? ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് രാത്രി ഡോക്ടർ രവി തരകനല്ല, ഞാനായിരുന്നു ഡ്യൂട്ടി ചെയ്തത്. എന്താണ് മെഡിക്കൽ നെഗ്ലിജൻസ്? ചികിത്സയിലെ തെറ്റുകൊണ്ട് രോഗിക്ക് സീരിയസ് കോംപ്ലിക്കേഷൻസോ മരണമോ സംഭവിക്കുന്നതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. ഒരു സിഗ്നേച്ചർ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കാം, അവനെ ഇല്ലാതാക്കാം. ഐ ടെസ്റ്റിഫൈ ഫോർ ഹിം. ഡോക്ടർ രവി തരകൻ ഈസ് ഇന്നസെന്റ്. നിന്നെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷയാണ് ആ നുണ. ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ നുണ. അത് പാഴാക്കരുത്. 5 ലക്ഷം രൂപ കൊടുത്താൽ തീരില്ലേ നിന്റെ ഇവിടുത്തെ ജീവിതം? അതിന്റെ 100 ഇരട്ടി കൊടുത്താലും പഠിക്കാൻ പറ്റാത്തത് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റിൽ 1-2 മാസത്തെ വ്യത്യാസം ഒന്നൊരു പ്രശ്നമല്ല മാഡം. മാഡത്തിന്റെ ഇപ്പോഴത്തെ മനപ്രയാസം മാറാൻ അക്കൗണ്ട് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തേക്ക്.
ഇന്ന് രാവിലെ വീണ്ടും വന്നു പുതിയൊരു ബാച്ച് ഫ്രം ദ സെയിം കമ്പനി, എഗെയിൻ പുവർ ക്വാളിറ്റി. സിഗ്നേച്ചർ വിലയുള്ളതാണ്, അത് മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് ഇടുന്നതെങ്കിലും. പക്ഷെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി നമ്മൾ പേഷ്യൻസിന്റെ ജീവിതം വെച്ച് കളിക്കരുത്. പിന്നെ ദിയ പറഞ്ഞ ഇൻസെന്റീവ്സ് ഉണ്ടല്ലോ, അതിന്റെ പേര് ബ്രൈബ് എന്നാണ്, കൈക്കൂലി. യെസ് ഡോക്ടർ, ബട്ട് ദിസ് ബോയ് ഇസ് ജസ്റ്റ് പെർഫെക്റ്റ്ലി ഫൈൻ നൗ. വിശാലിന്റെ കാര്യത്തിൽ എംബോളിസം ഉണ്ടായത് വലത്തെ കാലിലാണ്. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഓട്ടി കാഷ്വാലിറ്റി ഡോക്ടർ രവി തരകൻ പോയോ? അവള് ജനിച്ചപ്പോ മുതൽ കാണാൻ തുടങ്ങിയതാ സാറേ ഈ കഷ്ടപ്പാട്. ഇനി എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ സാറേ. എന്തെങ്കിലും പറ്റിയാൽ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെയാണ്. ഡോക്ടർ രവി തരകനെ നമ്മൾ സാക്കിയിരുന്നു. Can you all please stop this? ഡോക്ടർ രവി തരകൻ ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. No. ഡോക്ടർ രവി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. സർ, സിറ്റിയിലെ ഒരു ഹോസ്പിറ്റലും ഇങ്ങനെ ഒരാൾ എത്തിയിട്ടില്ല. അൺനോണായി വേറെ വല്ലവരും? ഇല്ല സർ. സൈനുവിന്റെ ഓർമ്മകളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് യാത്രകളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇസിസ്റ്റിലെ ബാച്ചുലർ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ മാത്രമാണ്. നീ അയാളെ പറ്റി പറഞ്ഞതെല്ലാം കേൾക്കുന്നവരെ ഞാൻ അയാളെ റോങ് ആയി ജഡ്ജ് ചെയ്തു എന്നൊരു തോന്നൽ. ഇപ്പൊ എനിക്കറിയാം ഡോക്ടർ രവി അവിടെ ഉണ്ടായിരിക്കുമെന്ന്. ആ ടാക്സി ഇവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിന്റെ കിഴക്ക് ഭാഗത്ത് കേരള തമിഴ്നാട് ബോർഡറിൽ എവിടെയാണ് ഇപ്പൊ കാർ. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് എ മാറ്റർ ഓഫ് മിനിറ്റ്സ്. ഡോക്ടർ, ഞാൻ സിസ്റ്റർ ലൂസിയാണ്. ഡോക്ടർ സാമുവേൽ. ആൾക്കാർ വിജയം പലതും പറയും. പക്ഷേ അവർക്കാർക്കും അറിയാത്ത, ഞാൻ പോലും അറിയാത്ത എന്തോ ഒരു കാരണം തരകൻ ചെയ്ത ആ സർജറിക്ക് പിന്നിലില്ലേ? തരകന് മാത്രം അറിയാവുന്ന എന്തോ ഒരു കാരണം. മരിക്കുന്നതിന് അല്പം മുമ്പ് വരെ ഡാഡി ഫുള്ളി കോൺഷ്യസ് ആയിരുന്നു. ഡോക്ടറെ കുറിച്ച് അപ്പോഴും അന്വേഷിച്ചത്. കുട്ടിയുടെ മേൽ ഏറ്റവും അധികാരമുള്ള ആളത് പറയുമ്പോൾ കൺസെന്റ് ഫോം ഒപ്പിട്ടില്ല എന്ന് പറയുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ പറയാൻ തയ്യാറാണോ? Once again, from Redemption Hospital. This is the place where Dr. Ravi Taragan was born.